നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളൊരു പുതിയ സ്കോളർഷിപ്പ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതായത് രാജ്യത്തെ മുൻനിര ഓയിൽ കമ്പനികളിൽ ഒന്നായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നമ്മുടെ രാജ്യത്തെ സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പാരാ അത്ലീറ്റ്സിന് നൽകുന്ന ഒരു സ്കോളർഷിപ്പാണ്. ഇതിന്റെ പേര് ഇന്ത്യൻ ഓയിൽ ദിവ്യശക്തി സ്കോളർഷിപ്പ് എന്നാണ്. ഈ സ്കോളർഷിപ്പ് ഓരോ വർഷവും 100 സ്പോർട്സ് പേഴ്സൺ ആണ് കൊടുക്കുന്നത്. അപ്പൊ 2024 നോട്ടിഫിക്കേഷൻ ഇവർ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. ഇത് 2024 നവംബർ 14 മുതൽ 2024 ഡിസംബർ 14 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡിസംബർ 14 രാത്രി 11:59 വരെ സൈറ്റ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഈ സ്കോളർഷിപ്പിന്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞു, ഇത് വർഷം 100 സ്പോർട്സ് പേഴ്സൺ ആണ് കൊടുക്കുന്നത്. ഇത് ഫീമെയിൽ അത്ലറ്റ്സിനും അതുപോലെ മെയിൽ അത്ലറ്റ്സിനും രണ്ടുപേർക്ക് 50% വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഇനി ഇത് ഏതൊക്കെ ഐറ്റത്തിനാണ് ഈ സ്കോളർഷിപ്പ് അവാർഡ് ചെയ്യുന്നത്, അതുകൂടാതെ എന്തൊക്കെയാണിത് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ സ്പോർട്സ് പേഴ്സണെ ഇവർ 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എലൈറ്റ് പാരാ സ്കോളേഴ്സും അതുകൂടാതെ പാരാ സ്കോളേഴ്സും. ഈ 2 കാറ്റഗറിയിൽ ലഭിക്കുന്ന സ്കോളർഷിപ്പ് എമൗണ്ട് ഡിഫറെൻ്റ് ആണ്. അതുപോലെ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും വേറെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് എലൈറ്റ് പാരാ സ്കോളർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കാം. ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന നാഷണൽ പാരാ ചാമ്പ്യൻഷിപ്പിലോ നാഷണൽ സെലക്ഷൻ പാരാ ടൂർണമെന്റ്സിലോ നാഷണൽ റാങ്കിങ്ങിൽ 1 to 5 റാങ്കിൽ ഉൾപ്പെടുന്ന അത്ലീറ്റ്സിനെയാണ് ഇവര് എലൈറ്റ് പാരാ സ്കോളേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇത് കൂടാതെ ഇവരെ ഏത് കാറ്റഗറിയിലാണോ ഇവരെ റാങ്കിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ കാറ്റഗറി ഇനി 2026 വരുന്ന ഏഷ്യൻ പാരാ ഗെയിംസിലോ അതല്ലെങ്കിൽ 2028 വരുന്ന പാരാലിമ്പിക്സിലോ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാറ്റഗറി ആയിരിക്കണം. ഇതാണ് ഒരു എലൈറ്റ് പാരാ സ്കോളർ ആവാനുള്ള ആദ്യത്തെ കണ്ടീഷൻ. ഇതല്ലെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ഒഫീഷ്യൽ ഇന്റർനാഷണൽ പാരാ ചാമ്പ്യൻഷിപ്പിലോ ടൂർണമെന്റ്സിലോ ഗെയിംസിലോ നിങ്ങളൊരു മെമ്പർ ആയിരിക്കണം. ആ കാറ്റഗറി 2026 നടക്കുന്ന ഏഷ്യൻ പാരാ ഗെയിംസിലോ അതല്ലെങ്കിൽ 2028 നടക്കുന്ന പാരാലിമ്പിക്സിലോ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാറ്റഗറി ആയിരിക്കണം. ഈ 2 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് ഫുൾഫിൽ ചെയ്താൽ നിങ്ങൾ എലൈറ്റ് പാരാ സ്കോളർ ആയിട്ട് കൺസിഡർ ചെയ്യും. അടുത്തത് പാരാ സ്കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. ലേറ്റസ്റ്റ് നാഷണൽ ചാമ്പ്യൻഷിപ്പിലോ നാഷണൽ സെലക്ഷൻ ടൂർണമെന്റ്സിലോ നാഷണൽ റാങ്കിങ്ങിൽ 6 to 10 വരെയുള്ള റാങ്കിങ്ങിൽ ഉൾപ്പെടുന്ന ഒരു സ്പോർട്സ് പേഴ്സൺ ആണ് പാരാ സ്കോളർ ആയിട്ട് ഇവർ കൺസിഡർ ചെയ്യുന്നത്. അതുകൂടാതെ ഏത് കാറ്റഗറിയിലാണോ നിങ്ങൾ റാങ്കിങ്ങിൽ വരുന്ന ആ കാറ്റഗറി 2026 നടക്കുന്ന ഏഷ്യൻ പാരാ ഗെയിംസിലോ അതല്ലെങ്കിൽ 28 നടക്കുന്ന പാരാലിമ്പിക്സിലോ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാറ്റഗറി ആയിരിക്കണം. ഈ 2 കാറ്റഗറിയിൽ ഏതിലെങ്കിലും നിങ്ങൾ ഉൾപ്പെട്ടാൽ നിങ്ങൾ ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആണ്. ഇത് കൂടാതെ അടുത്ത എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഏജ് ക്രൈറ്റീരിയ ആണ്. അതായത് ഈ സ്പോർട്സ് പേഴ്സൺ 16-നും 28-നും ഇടയിൽ പ്രായമുള്ള ഒരു വ്യക്തി ആയിരിക്കണം. അതായത് ഈ അഡ്വർടൈസ്മെന്റ് വരുന്ന അന്ന്, അതായത് 14/11/2024 നിങ്ങൾ 16 വയസ്സ് തികഞ്ഞിരിക്കണം. അതുകൂടാതെ 28 വയസ്സ് കൂടാനും പാടില്ല. അങ്ങനെ ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഇനി ഏതെങ്കിലും ഒരു കാറ്റഗറിയിലേക്ക് കാൻഡിഡേറ്റ്സിന് ഷോർട്ടേജ് വരികയാണെങ്കിൽ വേറെ ഏതെങ്കിലും കാറ്റഗറിയിലോ അല്ലെങ്കിൽ സ്പോർട്സ് ഐറ്റത്തിൽ നിന്നോ കാൻഡിഡേറ്റ്സിന് സെലക്ട് ചെയ്യുന്നതായിരിക്കും. 16 സ്പോർട്സ് ഇനങ്ങളാണ് ഇവർ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഈ സെലക്ഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞോട്ടെ. ഞാൻ ഈ റാങ്കിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ റാങ്കിങ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുക ഈ അഡ്വർടൈസ്മെന്റ് വരുന്നതിന് തൊട്ട് മുന്നെയാണ്. അതായത് 14/11/2024 മുന്നേ ഉള്ള ലേറ്റസ്റ്റ് റാങ്കിങ് ആണ് ഇവര് കൺസിഡർ ചെയ്യുക. ഇനി ഒരു കാറ്റഗറിയിലേക്ക് ഒന്നിൽ കൂടുതൽ ആപ്ലിക്കന്റ് ഉണ്ട് എങ്കിൽ ആർക്കാണോ ബെറ്റർ റാങ്കിങ് ഉള്ളത് അവരെയാണ് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു റാങ്കിങ്ങിലുള്ള 2 പേര് വന്നാൽ അതിൽ യങ്ങർ അത്ലറ്റിനെയാണ് ഇവര് കൺസിഡർ ചെയ്യുക. നാഷണൽ റാങ്കിങ്ങിന് വേണ്ടി ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന റാങ്കിങ് ആണ് ഇവർ കൺസിഡർ ചെയ്യുക. ഇത് കൂടാതെ നിങ്ങൾ സിമിലർ കാറ്റഗറിയിൽ വേറെ ഒരു സ്കോളർഷിപ്പും ലഭിക്കാത്ത അത്ലറ്റ്സിനാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക.
ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഇതേ ആവശ്യത്തിനായിട്ട് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണ്ട, ഇന്ത്യൻ ഓയിലിന്റെ ദിവ്യശക്തി സ്കോളർഷിപ്പ് മതിയെങ്കിൽ നിങ്ങളൊരു അണ്ടർടേക്കിംഗ് എഴുതി കൊടുത്താൽ മതി. അതായത് നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുകയാണെങ്കിൽ മറ്റൊരു സ്കോളർഷിപ്പ് നിങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യാം എന്ന് എഴുതി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി. ഇനി ആരൊക്കെയാണ് ഇതിന് ഇൻഎലിജിബിൾ എന്ന് നമുക്ക് നോക്കാം. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയാസ് ഒന്നും ഫുൾഫിൽ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്രൈറ്റീരിയ എല്ലാം ഫുൾഫിൽ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ എവിടെയെങ്കിലും എംപ്ലോയിഡ് ആണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ സ്കോളർഷിപ്പ് വാങ്ങുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അണ്ടർടേക്കിംഗ് എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിനും അപ്ലൈ ചെയ്യാം. നിങ്ങൾ ജോലിയിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിന് എലിജിബിലിറ്റി ഇല്ല. ഇതുകൂടാതെ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് കാലയളവിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുകയാണെങ്കിൽ ഈ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കാതെ വരും. ഇനി ഈ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് 3 വർഷത്തേക്കാണ് ലഭിക്കുന്നത്. അതായത് ഒരു വർഷം ലഭിച്ചാൽ അതിൻ്റെ സെക്കൻഡ് ഇയറിലേക്കും തേർഡ് ഇയറിലേക്കും വരെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാം. പക്ഷേ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ എലിജിബിലിറ്റി അവർ ഒന്ന് ടെസ്റ്റ് ചെയ്യും. അതായത് നിങ്ങളുടെ പെർഫോമൻസ് ക്രൈറ്റീരിയ, നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലേക്ക് ലഭിക്കും. തേർഡ് ഇയറിലേക്ക് നിങ്ങൾക്ക് ഈ സ്റ്റൈഫൻഡ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഇയറിൽ ഇതുപോലെ തന്നെ പെർഫോമൻസ് ക്രൈറ്റീരിയ അവർ ഇവാലുവേറ്റ് ചെയ്യും. അതിന് നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് തേർഡ് ഇയറിലേക്കും ഈ സ്കോളർഷിപ്പ് എമൗണ്ട് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോവുകയോ അതല്ലെങ്കിൽ അതിനേക്കാളും മെച്ചപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം വരെ ഈ സ്റ്റൈഫൻഡ് ലഭിക്കുന്നതാണ്. ഇനി നമ്മൾക്ക് എത്രയാണ് എമൗണ്ട് എന്ന് നോക്കാം. എലൈറ്റ് പാരാ സ്കോളേഴ്സിന് ഓരോ മാസവും 20,000 റുപ്പീസാണ് ലഭിക്കുക. അതായത് ഒരു വർഷം നിങ്ങൾക്ക് 3,60,000 രൂപ വരെ ലഭിക്കുന്നതാണ്. ഇനി പാരാ സ്കോളേഴ്സിന് ഓരോ മാസം 15,000 റുപ്പീസാണ് ലഭിക്കുക. അതായത് ഒരു വർഷം നിങ്ങൾക്ക് 1,80,000 രൂപ വരെ ലഭിക്കും. ഇനി ഏതൊക്കെ ഐറ്റംസ് ആണ് ഇവർ സ്കോളർഷിപ്പ് നൽകാനായിട്ട് കൺസിഡർ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ആർച്ചറി, അത്ലറ്റിക്സ്, ബാഡ്മിന്റൺ, ബോച്ച, സൈക്ലിംഗ്, ജൂഡോ, പാരാകാനോൺ, പാരാട്രിയാത്തിയോൺ, പവർ ലിഫ്റ്റിംഗ്, റോയിങ്, ഷൂട്ടിംഗ്, സ്വിമ്മിംഗ്, ടേബിൾ ടെന്നീസ്, ടേക്വോണ്ടോ, വീൽചെയർ ഫെൻസിംഗ് ആൻഡ് വീൽചെയർ ടെന്നീസ്. ഇത്രയും കാറ്റഗറി ഓഫ് സ്പോർട്സ് ഐറ്റംസ് ആണ് ഇവർ സ്കോളർഷിപ്പിന് വേണ്ടി കൺസിഡർ ചെയ്യുക. ഓരോ ഐറ്റത്തിനും എത്ര പേർക്കാണ് സ്കോളർഷിപ്പ് കൊടുക്കുന്നതെന്നെല്ലാം പറഞ്ഞു വന്നാൽ ഈ വീഡിയോ അധികം ലെങ്തി ആയി പോകും. അതുകൊണ്ട് നിങ്ങൾ വെബ്സൈറ്റിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഓരോ വിഭാഗത്തിനും എത്ര നമ്പറാണ് അവർ സ്കോളർഷിപ്പ് അവാർഡ് ചെയ്യുക എന്നുള്ളത്. ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾ ഓൺലൈനായിട്ട് മാത്രമേ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇമെയിലായിട്ടോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ടോ ഒന്നും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഇതിന് ഒരു പ്രിസ്ക്രൈബ് ഫോമാറ്റ് ഉണ്ട്. ആ ഫോമാറ്റിൽ ഓൺലൈനായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത്. അതിന് നിങ്ങൾക്ക് 3 ഡോക്യുമെന്റ്സ് കൂടി വേണം. അതായത് ഒന്ന് നിങ്ങളുടെ റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. രണ്ടാമത്തത് നിങ്ങളുടെ ഏജ് പ്രൂഫിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. അത് നിങ്ങളുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ആവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് ആവാം, ആധാർ കാർഡ് ആവാം, പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് ആവാം. ഇത് ഏതിലെങ്കിലും ഒന്നിന്റെ ഒരു കോപ്പി നിങ്ങൾ അറ്റാച്ച് ചെയ്യണം. ഇത് കൂടാതെ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ പെർഫോമൻസ് സർട്ടിഫിക്കറ്റ് ആണ്. അത് നിങ്ങളുടെ ഹയസ്റ്റ് 3 പെർഫോമൻസ് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി നിങ്ങളുടെ 3 സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് മസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും ഏജ് പ്രൂഫും അതുപോലെ തന്നെ പെർഫോമൻസ് സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്കിത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതായത് ഡിസംബർ 14 രാത്രി 11:59 വരെ സൈറ്റ് ഓപ്പൺ ആയിരിക്കും. അതിനുള്ളിൽ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുക. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐഡിയും അതുപോലെ ഫോൺ നമ്പർ നൽകേണ്ടതാണ്. ഈ ഫോൺ നമ്പറിലോ അതല്ലെങ്കിൽ ഇമെയിലിലൂടെ ആയിരിക്കും നിങ്ങളെ ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്നുള്ള അക്നോളജ്മെന്റ് തരുന്നത്. കൂടാതെ നിങ്ങൾക്ക് സെലക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുന്നതും ഈ SMS വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ ആയിരിക്കും. അപ്പോൾ ഇതിന് എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ എഴുതി ചോദിക്കാവുന്നതാണ്. ഞാനിതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു എഡ്യൂക്കേഷൻ കണ്ടന്റുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കണ്ടുമുട്ടാം. Until then, bye from Team Amazing Academics.